ലോറി മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലോറിയാണ്. നമ്മൾ 2 മാസത്തിലേറെ പ്രാർത്ഥിച്ചത് ഈ ലോറി ലഭിക്കാനും ഇതിനകത്തുണ്ടായിരുന്ന അർജുനെ കണ്ടെത്താനുമായിരുന്നു. അതിൻ്റെ അർജുൻ്റെ ഒരു ലോറിയുടെ മിനിയേച്ചർ രൂപമാണ് എനിക്ക് അടുത്തുള്ളത്. ഈ മിനിയേച്ചർ ലോറി ഉണ്ടാക്കിയ ആദിത്യനും കുടുംബവുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആദിത്യ, ഈ വാഹനം കാണുമ്പോൾ തന്നെ നമുക്ക് അർജുനെയാണ് ഓർമ്മ വരിക. ഇത് ഒരുപാട് ദിവസങ്ങളോളം മലയാളികൾ കണ്ട ഒരു വാഹനത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. ഇതെങ്ങനെ ശരിക്കും ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്? ഭാരത് ബെൻസ് ഉണ്ടാക്കുന്ന ഒരു മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അർജുൻ്റെ ഈ മണ്ണിടിച്ചിൽ സംഭവം ഉണ്ടായപ്പോൾ ആ ഭാരത് ബെൻസ് ആയിരുന്നു വണ്ടി. അപ്പോൾ അത് എന്തായാലും മിനിയേച്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വണ്ടി മിനിയേച്ചർ ചെയ്തുകൂടാന്നൊരു ആശയം വന്നു. അപ്പം അങ്ങനെയാണ് ഈ വണ്ടി ചെയ്തത്. എത്ര നാൾ കൊണ്ടാണ് ഇത് ചെയ്തത്? ഇപ്പോൾ 1 മാസത്തോളമായി കംപ്ലീറ്റ് ആയിട്ട്. ഇത് എന്തായിരുന്നു, ഇത് ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയിരുന്ന കാര്യം? എന്തായിരുന്നു ശരിക്കും ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അർജുനെ തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ അർജുനെ തിരിച്ചു വരാണെങ്കിൽ ഈ വണ്ടി അർജുന് കൊടുക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടായത്. അപ്പം അങ്ങനെ ചെയ്തതാണ്. ആദ്യത്തിന് എല്ലാ സപ്പോർട്ടും കൊടുത്തിരുന്നത് അച്ഛൻ സതീഷാണ്. എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാൻ എന്തെങ്കിലും നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വീട്ടുകാർക്ക് എന്തായാലും ഈ ലോറി ഒന്നും ഒരു മനസ്സിലൊരു വിങ്ങലുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തീരുമാനം എടുത്തിട്ടില്ല. കാരണം നമ്മൾ അർജുൻ വന്നു കഴിഞ്ഞാൽ അർജുന് കൊടുക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. കാരണം ജീവനോട് അർജുനെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആദ്യത്തിന് ഈ വണ്ടി പണി തുടങ്ങി, പിന്നെ കുറച്ച് ദിവസം ഇപ്പോൾ ഇത് അർജുന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാണ്ടായപ്പോൾ വണ്ടി പണി നിർത്തിയവൻ. പിന്നെ അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ആൾ രണ്ടും കൽപ്പിച്ചാണ്ട് ചെയ്തു. ചെറുപ്പം മുതലേ ആദിത്യൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു? ആദിത്യൻ ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് അവൻ കളിമണ്ണ് കൊണ്ട് ഗണപതിയുടെ വിഗ്രഹം, അയ്യപ്പസ്വാമിയുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് അവൻ മൾട്ടിവുഡിലേക്ക്, എനിക്കാണ് ഇന്ത്യയിലെ വർക്കാണ്. അപ്പോൾ മൾട്ടിവുഡിലാണ് കൂടുതൽ വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന പീസുകൾ കൊണ്ടാണ് ആൾ വർക്ക് തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ പിന്നെ ആൾക്ക് കനം കുറഞ്ഞ ഷീറ്റ് അതിൻ്റെ വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങനെ ആൾ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 100ന് മേലെ വണ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ കൊടുത്തു.